കൽപ്പകഞ്ചേരിയിൽ വിവിധയിടങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം 3 കുട്ടികൾ ഉൾപ്പെടെ 21 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ. അഷ്കർ, ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികൾക്കുൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? ഇവരിപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ നായയെ പിടികൂടാനുള്ള നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? വിനിത, മലപ്പുറം ജില്ലയിലെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഒരു സാമൂഹ്യ പ്രശ്നമായി തന്നെ ഈ തെരുവുനായ ശല്യം മാറിയിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ കൽപ്പകഞ്ചേരിയിലാണ്. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ കാവപ്പുര, തോട്ടായി, നെച്ചിക്കുണ്ട്, മയ്യേരിച്ചിറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ തന്നെ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. ഏകദേശം 21 പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 8 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 21 പേർക്കാണ് ഇത്തരത്തിൽ തെരുവുനായുടെ കടിയേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവരെ തിരൂർ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ വിവിധ ആശുപത്രികൾ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും ജില്ലാ കളക്ടർക്കും ഒക്കെ തന്നെ ഈ നാട്ടുകാർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും സമാനമായ രീതിയിലുള്ള പരാതി നൽകിയെങ്കിലും അതിന് നടപടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ആരോപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കടക്കം കയ്യിനും തലയ്ക്കും ഒക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരിക്കുന്നത്. ചില ആളുകളുടെയൊക്കെ മുഖത്താണ് ഇത്തരത്തിൽ കടിയേറ്റിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു അവസ്ഥ, അതായത് തുടർച്ചയായി ഇത്തരത്തിൽ തെരുവുനായ ശല്യം ഉണ്ടാകുന്നത് സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്. 21 പേർക്കൊക്കെ ഒരേ സമയം തെരുവുനായ കടിയേൽക്കുക എന്നുള്ളത് ഒരുപക്ഷെ വലിയ ഒരു മലപ്പുറം ജില്ലയിൽ സമീപകാലത്ത് ഉണ്ടായ തന്നെ ഏറ്റവും വലിയ തെരുവുനായ ആക്രമണങ്ങൾ ഒന്നുകൂടിയാണ് ഇന്ന് കൽപ്പകഞ്ചേരിയിൽ ഉണ്ടായിരിക്കുന്നത്. വിനീത, ശരി, അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്.